കുറച്ച് ദിവസങ്ങളായി. പിന്നെ എൻ്റെ ഇതുണ്ടോ, ഇത് അന്നെനിക്ക് നമുക്ക് പാഠം ഈ കേരളത്തിൻ്റെ എൻ്റെ കേരളവും അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ ഹോളിഡേ ആണ്. നാളെ ഹോളിഡേ ആണ്. നാളെ എന്തായിരുന്നു ആ പൊങ്കലല്ലേ, പൊങ്കലിന് ഹോളിഡേ ആണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ആനുവൽ ഡേ പാർട്ടിസിപ്പേറ്റ്സിന് എല്ലാവർക്കും പോകണം പ്രാക്ടീസിന്. ഞാനില്ലാത്തതുകൊണ്ട് എനിക്ക് പോകണ്ട ജോലിനൊക്കെ അവർക്കൊന്നും പോകണ്ട, അഗസ്റ്റിക്കൊക്കെ പോകണം കേട്ടോ. അവരൊക്കെ ഡാൻസിനൊക്കെ ഉണ്ട്, ക്ലാസിക്കൽ വെസ്റ്റേൺ ഡാൻസ്, ഇത് രണ്ടിനും ഉള്ളവർ പോകണം നാളെ. ഞങ്ങൾക്കൊന്നും പോകണ്ട. അതാണ് ഫ്രണ്ട്സ് നമുക്ക്. ഇത് നമ്മുടെ എൻ്റെ കേരളം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ എൻ്റെ കേരളം എന്നല്ല ചാപ്റ്ററിൻ്റെ പേര്, വേറെ എന്തോ ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഇത് കണ്ടോ, ഈ ഫയല് അന്ന് നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിഷ മാം, ഞാൻ പ്രിൻ്റ് എടുത്തില്ല ഫ്രണ്ട്സ്, അപ്പോൾ നിഷ മാം എനിക്ക് ഒരു ഫയൽ തന്നായിരുന്നു. ഫയലിലായിരുന്നു ഫോട്ടോസും അതൊക്കെ. അപ്പം ഫയൽ വേണ്ടേ, ഈ ഫയലാണ് നിഷ മാം. നമ്മുടെ ഗീവവേ പ്ലാനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കണേ ഫ്രണ്ട്സ്. അപ്പം നമ്മളുടെ ചാനലിൽ ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു ഗീവവേ നടത്താൻ പോവാണ്. നമ്മൾ ഇതുവരെ ഗീവവേ നടത്തിയിട്ടില്ല. എൻ്റെ ഗീവവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മുടെ ഗീവവേയുടെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. അതുടനെ തന്നെ നമ്മളൊരു വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗീവവേക്ക് നമ്മൾ കൊടുക്കുന്നത് എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും. എന്നാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. നമ്മൾ ശരിക്കും ത്രിഫ്റ്റ് സ്റ്റോറിൽ ഇത് ചെയ്യാനായിട്ടായിരുന്നു പ്ലാൻ. അപ്പം മിമൂസിൻ്റെ കുറേ പാർട്ടി വെയർ ഡ്രസ്സസ് ഉണ്ട്. അപ്പം എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സസ്. അപ്പം കുറേയൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഡ്രസ്സ് പറ്റിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ യൂട്യൂബ് ഫാമിലി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വിചാരിച്ചു. അപ്പം കുട്ടികൾക്ക് മാത്രമാണ്, വലിയൊരു ആരും തന്നെയൊന്നും ചെയ്യരുത്. കാരണം ആൻറ്റിമാരായാലും അങ്കിൾമാരായാലും സ്റ്റോറിൽ എല്ലാവരും പെയ്ഡ് ആണ് ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ് ഇട്ടിട്ട് നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് കോസ്റ്റ്യൂംസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ്. ഇതൊരു ഗീവ് അവേ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഗീവ് അവേ ഇത് കൊടുക്കുന്നത്. പക്ഷേ ചെറിയൊരു ബുദ്ധിമുട്ട് കുട്ടികളുള്ള ചാനൽസിന് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത്. അവർ അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഡ്രസ്സാണ്, ഞാനത് വൺ ടൈം യൂസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് വാഷൊക്കെ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം ഞാനത് നമ്മൾ ഓൾറെഡി അത് വാഷൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒന്നുകൂടി നിങ്ങളൊന്ന് ചെയ്യുക. അപ്പം അതാണ് നമ്മുടെ ഒരു ഗീവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും. അതിൽ നിന്നായിരിക്കും നമ്മൾ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉടനെ തന്നെ അത് നമ്മൾ ഡേറ്റ് ഒക്കെ ഉടനെ പറയുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു വീഡിയോയിൽ എന്തായാലും ഇതിൻ്റെ ഡേറ്റ് പറയുകയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫയല്. അപ്പോൾ നമ്മളെന്തായാലും എൻ്റെ കണ്ണും മഞ്ഞ കളർ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി അൽമനമ്മ കയറിയിട്ട് വരാം. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ എത്തിയിട്ട് ഫ്രഷ് ആയി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച കഴിഞ്ഞോണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രെഡ് ആംപ്ലേറ്റ് കഴിച്ചു, അമ്മ ഉണ്ടാക്കി തന്നു. പിന്നെ എനിക്ക് ബൂസ്റ്റ് കുടിച്ചു. പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്തു. ഹോംവർക്കൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് എത്തും. ഇനി ഞാൻ നോക്കാൻ പോകുന്നത്, എനിക്കൊരു പ്രാന്തുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാൽ ഇനി അപ്പം തന്നെ കുഴിച്ചിടണം. അങ്ങനെ കുഴിച്ചിടണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. കാരണം എൻ്റെ അമ്മാമ്മയ്ക്ക് ഞാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക്. ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ പിറ്റേന്ന് ഞാൻ നോക്കിയപ്പോൾ അതും മുറ്റത്ത് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ആർക്കും ആവശ്യം ഉണ്ടാവില്ല,
ഉണ്ടായിരുന്നു. ഞാനൊന്ന് കാണിച്ചു വിചാരിച്ചു, പിന്നെ എന്തായാലും ഇവർക്ക് ആവശ്യം ഉണ്ടാവില്ല, അപ്പം അതുകൊണ്ടായിരിക്കും ആരെങ്കിലും എടുത്ത് ഇട്ടത്. കാരണം ഞാൻ മാത്രമേ വീട്ടിൽ അമ്മേനെ അമ്മാമ്മന്ന് വിളിക്കാറുള്ളൂ. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും അത് ഞാനാണെന്ന്. എന്നിട്ടും എടുത്ത് ആരാ കളഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ചോദിച്ചിട്ട് ആരും എടുത്ത് കളഞ്ഞില്ലെന്നാണ് പറഞ്ഞത്, എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാൻ ഈ ഒരു സാധനത്തിനെടുത്ത് കുഴിച്ചിട്ട് അത് ഞാനൊരു കൊട്ടാരം പോലെയാണ് കുഴിച്ചിട്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ട്, ഇവിടെയാണ് ഇത് കൊട്ടാരം പോലെ ഉണ്ട്. ഇപ്പം ഞാൻ ചവിട്ടി ഇങ്ങനെ ആക്കിയതായിരുന്നു. ഫ്രണ്ട്സ്, ഇതിന് നമുക്കിനി എന്തായാലും തുറന്നു നോക്കാം. ഇത് ഞാൻ ജനുവരി 5 വെച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്, നമുക്കിതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുളിച്ചിട്ട് കുറച്ച് നേരം ആയുള്ളൂ, അപ്പോൾ എൻ്റെ കൈ ഫുൾ ഇതാവും. അതുകൊണ്ട് ഞാനൊരു കമ്പ് എടുത്തിട്ട് വരാമേ. ഫ്രണ്ട്സ്, ഈ വടി നമ്മൾ വീട് പെയിൻ്റ് അടിച്ചപ്പോൾ പെയിൻറ് കലക്കിയ ഒരു വടിയാണ്. അപ്പോൾ ഈ വടി കൊണ്ടാണ് നമ്മൾ കുഴിക്കാൻ പോകുന്നത്. മൺവെട്ടി ഉണ്ട്, പക്ഷേ മൺവെട്ടി എന്നെ അമ്മാമ്മ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് മൺവെട്ടി നമ്മൾ എടുക്കത്തില്ല. മൺവെട്ടി അടുക്കള വശത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് കുഴിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാനിനി ഫെബ്രുവരി 5 കുഴിച്ചിട്ട് എടുക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. എന്തായാലും ഫെബ്രുവരി 5 വരെ ഇരിക്കാനുള്ള എൻ്റെ ക്ഷമയില്ല. ഇത്രയും ദിവസം മതി ഫ്രണ്ട്സ്, ഇത് തന്നെ ധാരാളമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജനുവരി 5 കുഴിച്ചിട്ടാണ്. ഇപ്പോൾ കുറേ ദിവസം കഴിഞ്ഞു. ഇനി ഞാൻ വേണമെങ്കിൽ വീണ്ടും കുഴിച്ചിടും കേട്ടോ. ഇതിനെ ഞാൻ ഇഷ്ടമുള്ളപ്പോൾ എടുക്കും, ഇഷ്ടമുള്ളപ്പോൾ ഇന്ന് കുഴിച്ചിടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെന്തായാലും വാവ ട്യൂഷൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിക്ക് തന്നെ പേടിയാവുണ്ട്, കാരണം ഇനി അകത്തോട്ടിടുമോ. അത് ഞാൻ കുറേ കുഴി ഒഴിച്ചു, അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ഞാൻ എന്തായാലും ഇതൊന്ന് ചെയ്യട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഞാനൊന്ന് ക്യാമറ വെച്ച് നോക്കി, നല്ല അടിപൊളി ഒരു വ്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആകാശമായാലും ഞാൻ എന്തായാലും ഒരു ഫോട്ടോ എടുക്കുന്ന നോക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ കുറേ നേരം കൊണ്ട് കുഴിച്ചു. ഫൈനലി നിങ്ങളൊരു സാധനം തരും, അതാണ് നമ്മുടെ സാധനം. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ഞാൻ കുഴിച്ച് എടുത്ത് ഇന്ന് നമുക്ക് ഇതെന്തായാലും ഒന്ന് മാറ്റാം. അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ച് നിങ്ങളുടെ ഒപ്പം മാറ്റാമേ. ഫ്രണ്ട്സ്, നമ്മുടെ സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉറുമ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഇച്ചിരി മാറ്റി കൊടുക്കാൻ പോവാണ്. ഗൈസ്, നമ്മുടെ സംഭവം ഫൈനലി ഞാൻ കണ്ടെത്തി. ഇതിന് നമുക്ക് ഇച്ചിരി ഉള്ളൂ, അത് നമുക്ക് കൈവച്ച് എടുക്കാം. കാരണം എല്ലാം ഇങ്ങനെ എടുത്താൽ നമുക്ക് പറ്റില്ല. കൈവച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മാറും. ഞാൻ കൈവച്ചെടുക്കുകയാണ്. ഇങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ. ഇനി ഗൈസ് നമുക്ക് ഇത് വെച്ച് തോണ്ടാമേ. സീൻ്റെ കുഴി അടഞ്ഞു ഗൈസ്. ഞാൻ ഈ ഒരു തുമ്പ് ഭാഗം എടുക്കുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, അത്യാവശ്യം. ഫ്രണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും വന്നിട്ടില്ല, കുഴിച്ചിട്ട് വന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ വെറുതെ എഴുതിയതാണ്. ഇത് ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പം ഇതിൽ ഞാൻ വയസ്സൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇത് എനിക്ക് 60 ഇയേഴ്സ് ഉള്ളപ്പോൾ എഴുതിയതാണെന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ആർക്കും ആവശ്യമില്ല. ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഇവിടെ കുഴിച്ചിടുക. വെറുതെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെയാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ വലിയ കുഴി കുഴിക്കണം. നമ്മൾ വിചാരിക്കും എന്തിനും ഇത്രയും വലിയ കുഴിയൊക്കെ കുഴിക്കുന്നതാണ്. കാരണം നമ്മുടെ പൂച്ചകൾ ഇവിടെ തീരെ ഇല്ലാത്തതുകൊണ്ട്, എല്ലാ പൂച്ചകൾ തീരെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ എല്ലാ പൂച്ച മറിച്ചിടും. അതുകൊണ്ട് നമ്മൾ പൂച്ചനെ പേടിച്ച് ഇവിടെ ഇത് ഇട്ടിരിക്കുന്നു കേട്ടോ. നമുക്ക് ഈ വടി എന്തായാലും കൊണ്ട് വെക്കാമേ. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ മുടി അഴിച്ചിട്ടു കേട്ടോ. മുടി വെറുതെ കെട്ടി വെച്ചിട്ട് ഉണങ്ങി കാണുമല്ലോ. അപ്പോൾ ഞാൻ മുടി അഴിച്ചിട്ട് ഓട്ടോ പോകുന്ന സൗണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്തായാലും ഒരു പിക്ക് എടുക്കട്ടെ. അപ്പോൾ
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്, നമ്മൾ ഗിവ് അവേയുടെ റിസൾട്ടൊക്കെ ഇങ്ങനെ പറയുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്, നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.